പ്രിയപ്പെട്ടവരെ, നമ്മൾ രാവിലെ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നിന്നും ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്നും അവിടെ നടക്കുന്ന കൂടിക്കാഴ്ചയെ സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വരുന്ന അറിയിപ്പ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നുമില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ ഉള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുക എന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെയും ദൈനംദിന ഓഫീസ് നിർവഹണത്തിൻ്റെ കാര്യമാണ്, സാധാരണ കാര്യമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊള്ളുന്നത് എന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരു വിശദീകരണക്കുറിപ്പ് ഇപ്പോൾ ഇറക്കുകയാണ്. നമ്മൾ അവിടെ നിന്നുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് അവിടേക്ക് വന്നു പോകുന്ന ആളുകളുടെയും കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അമൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, ADGPയുമായി ബന്ധപ്പെട്ട് ADGPയുടെ നടപടി എന്ത് എന്ന് അതിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന കൂടിക്കാഴ്ചകളെ വളരെ പ്രാധാന്യത്തിലൂടെയാണ് നമ്മൾ കാണേണ്ടത്. ആ രീതിയിലുള്ള റിപ്പോർട്ടിംഗാണ് മാധ്യമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ഇറക്കിക്കൊണ്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തിന്മേലുള്ള ചർച്ചയിൽ ഒരു വ്യക്തത വരുത്തേണ്ട രീതിയിലേക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തുന്നത്? ADGP MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെടുന്നത് മുന്നണിയിൽ നിന്നുള്ള കക്ഷികൾ തന്നെയാണ്. CPIയും RJDയും എല്ലാം ആ നിലപാട് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഇന്നടക്കം പന്ന്യൻ രവീന്ദ്രൻ അത് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം മുഖ്യമന്ത്രിയുടെ നിലപാട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നടപടി എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടുമായിരിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചില നിർണായക കൂടിക്കാഴ്ചകളും മറ്റും നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് എല്ലാ ദിവസവും നടക്കുന്ന കൂടിക്കാഴ്ചകളായിരിക്കാം, പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. അങ്ങനെ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ രാവിലെ മുതൽ ഈ വാർത്ത നൽകുന്നത്. എന്തോ അങ്ങ് പ്രകോപിതരായ തരത്തിലാണ് ഈ വാർത്തയോടുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അതിനെ വളച്ചൊടിക്കുകയാണ് മാധ്യമങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ADGPക്കെതിരെ ഒരു നടപടിയുമില്ലേ, അതിനുള്ള കൂടിക്കാഴ്ച അല്ലേ അവിടെ നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ കരുത്ത് വരികയാണ്. എന്തായാലും ആ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മുഖ്യമന്ത്രിയുടെ വസതിയിൽ എന്തോ പ്രത്യേക കാര്യം ചർച്ച ചെയ്യാൻ സ്റ്റാഫിലെ ചിലർ എത്തി എന്ന നിലയിൽ വാർത്ത സൃഷ്ടിക്കുന്നത് മാധ്യമ ധാർമ്മികതയ്ക്കോ മര്യാദയ്ക്കോ നിരക്കുന്നതല്ല. വാർത്തകൾ വ്യാജമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ഇത്തരം നിരുത്തരവാദപരമായ ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കും എന്നൊക്കെ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ കാരണം മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട പ്രസ് സെക്രട്ടറി അങ്ങ് ഒന്ന് ഇരുത്തി ചിന്തിക്കണം. അങ്ങ് ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ അതിലെ യുക്തി രാഹിത്യവും ഒക്കെ ചിന്തിക്കണം. കാരണം മാധ്യമ ധാർമ്മികതയ്ക്കോ മര്യാദയ്ക്കോ നിരക്കുന്നതല്ല വാർത്തകൾ വ്യാജമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ഇത്തരം നിരുത്തരവാദപരമായ ശ്രമങ്ങൾ. എവിടെയാണ് വ്യാജമായി സൃഷ്ടിച്ചെടുക്കുക? താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നു. അവിടെ ആ വാഹനത്തിലുള്ളവർ ആരാണെന്നും വ്യക്തമാണ്. ആ വ്യക്തമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന് മുൻപിൽ അങ്ങയുടെ ഔദ്യോഗിക വസതിക്ക് വെളിയിൽ നിന്ന് അകത്ത് ആ കോമ്പൗണ്ടിലെ ഒരു പരിധിയിലേക്കും കടന്നു കയറിയിട്ടില്ല മാധ്യമങ്ങളെന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ വെളിയിൽ നിന്നും ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ അനന്തകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത് ഇന്നോ നാളെ പരിധി കഴിഞ്ഞ ഒരു വിഷയത്തിൽ CPI വളരെ സമ്മർദ്ദവും അവർ അടിമുടി വളരെ സംശയങ്ങളും രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിന്മേൽ ADGPക്കെതിരെ എന്തായിരിക്കും നടപടി? ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷിയിലുണ്ടായിരുന്ന ഒരു MLA ഉയർത്തുകയും അതിന്മേൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തുകയും അതിന്മേലൊരു അന്വേഷണ റിപ്പോർട്ട് വന്ന് അതിന്മേൽ അടയിരിക്കുകയാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും അതിന്മേലുള്ള ആകാംക്ഷ കേരള പൊതുസമൂഹത്തിലുണ്ട്. അതിന്മേലുള്ള ചലനങ്ങൾ എന്താണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുക അത് മാധ്യമപ്രവർത്തകൻ്റെ ഒരു മാധ്യമത്തിൻ്റെ കടമയാണെന്ന് ബഹുമാനപ്പെട്ട പ്രസ് സെക്രട്ടറിയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ ലജ്ജാവകമാണ് അങ്ങയുടെ വരികൾ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ.